സർക്കാരിന്റെ പുതിയ മദ്യനയം സംബന്ധിച്ച് എക്സൈസ് മന്ത്രി എം.ബി. രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ചർച്ച ഇന്ന് തുടർന്നേക്കും. നയരൂപീകരണവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഹോൾഡേഴ്സുമായുള്ള പ്രാഥമിക ചർച്ച കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. കള്ളുഷാപ്പ് ലൈസൻസികളുമായും ട്രേഡ് യൂണിയൻ ഭാരവാഹികളുമായിട്ടാണ് ചർച്ച നടത്തിയത്. ഇന്ന് സംസ്ഥാനത്തെ ബാർ ഉടമകൾ, ഡിസ്റ്റിലറി ഉടമകൾ എന്നിവരുമായി ചർച്ച നടത്തുമെന്നുള്ളതാണ് വിവരം. വിനോദ്, ഇന്നലെ നിയമസഭയിലും ബാർ കോഴയെ ഉന്നയിക്കാൻ പ്രതിപക്ഷം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു മിനിങ്ങാണ്. അപ്പോൾ ആ വിവാദം നിലനിൽക്കുകയാണ്. മദ്യനയത്തിലെ ചർച്ച എന്തൊക്കെയായിരിക്കണം പ്രതീക്ഷിക്കേണ്ടത്? എന്തോ രണ്ടാം ബാർ കോഴ വിവാദം കത്തി നിൽക്കുമ്പോഴാണ് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട പ്രാരംഭ ചർച്ചയിലേക്ക് എക്സൈസ് വകുപ്പ് കടന്നിരിക്കുന്നത്. ഈ കോഴ വിവാദം, ഈ മദ്യനയം തയ്യാറാക്കുന്നതിന് മുൻപ് തന്നെ ബാർ ഉടമകളിൽ നിന്ന് പണപ്പിരിവ് നടത്തി അത് കൈമാറാനുള്ള നീക്കം നടന്നുവെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തും സമരം നടത്തുകയാണ്. ഇതിനിടയിലാണ് ഈ മദ്യനയ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, പ്രാരംഭ ചർച്ചകൾ തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം കള്ളുഷാപ്പ് ഉടമകളുമായി ചർച്ചയുണ്ടായിരുന്നു. ഇന്ന് ബാർ ഉടമകളും അതോടൊപ്പം തന്നെ ഡിസ്റ്റിലറി ഉടമകൾ, നമ്മുടെ ഈ തരത്തിലുള്ള സ്റ്റേറ്റ് ഹോൾഡേഴ്സുമായി ബന്ധപ്പെട്ട്, ഈ രംഗവുമായി ബന്ധപ്പെട്ട് നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളുടെ സംഘടനകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ. ഇതിലാണ് ടൂറിസം വകുപ്പിന്റെ ഇടപെടൽ നേരത്തെ വലിയ വിവാദമായി വന്നത്. എക്സൈസ് വകുപ്പ് രൂപീകരിക്കേണ്ട നയത്തിൽ എങ്ങനെ ടൂറിസം വകുപ്പ് യോഗം വിളിച്ചുവെന്നും ഇത്തരത്തിലുള്ള സ്റ്റേറ്റ് ഹോൾഡേഴ്സിനെ ഉൾപ്പെടുത്തി ചർച്ച നടത്തിയതിനുള്ള ഗുരുതരമായ ഒരു ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അവിടെയാണ് കഴിഞ്ഞ ദിവസവും എക്സൈസ് മന്ത്രി പറഞ്ഞത്, ഇങ്ങനെ എല്ലാ വകുപ്പുകളും അവരുടേതായ രീതിയിൽ ചർച്ച നടത്തും, അത് ക്രോഡീകരിച്ച് എക്സൈസ് വകുപ്പിന് കൈമാറും, തുടർന്നാണ് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് മദ്യനയം രൂപീകരിക്കുന്നത്. ഏതായിരുന്നാലും ഇനിയിപ്പോൾ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇളവുകൾ ബാർ ഉടമകൾക്ക് ലഭിക്കുന്ന തരത്തിൽ, അതായത് റിലാക്സേഷൻ കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായും സർക്കാർ കൂടുതൽ പ്രതിസന്ധി നേരിടും. കാരണം ഈ പണപ്പിരിവുമായി ബന്ധപ്പെട്ട വിവാദം നിലനിൽക്കുന്നുണ്ട്. സർക്കാർ കൈയൊഴിയുന്നെങ്കിൽ കൂടിയും അത് കത്തി നിൽക്കുകയാണ്. ഈ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നത്, അതിൽ കൃത്യമായി പറയുന്നുണ്ട്, അവിടേക്ക് പണം കൊടുത്താൽ മാത്രമേ നമ്മുടെ കാര്യം നടക്കൂ എന്ന അനിമോന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നു. പ്രധാനമായും ബാർ ഉടമകൾ കാലങ്ങളായി ഉന്നയിക്കുന്നത് ഈ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുക എന്നതാണ്. ഈ തരത്തിൽ ഡ്രൈ ഡേ, അതായത് 1-ാം തീയതികളിലുള്ള ഡ്രൈ ഡേ എടുത്തു മാറ്റുക എന്നൊരു ആവശ്യം കൂടിയുണ്ട്. ഈ വിവാദം ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ ആ തരത്തിലുള്ള ഇളവുകൾ സംസ്ഥാന സർക്കാർ നൽകുമോ, എക്സൈസ് വകുപ്പ് നൽകുമോ? അങ്ങനെ നൽകിയാൽ തന്നെ ഒരുപക്ഷെ ഇപ്പോൾ നടക്കുന്ന സമരത്തിന്റെ വീര്യം കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള നടപടികളിലേക്ക് എക്സൈസ് വകുപ്പ് പോകും എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. മാത്രവുമല്ല, ഈ പറയുന്ന ഇളവുകൾ അത് ആദ്യമായല്ല ഉന്നയിക്കുന്നത്, നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണ്. പിണറായി സർക്കാരിന്റെ കാലത്ത് ഉന്നയിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അതിനു മുൻപ് ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും പല തരത്തിലുള്ള ഇളവുകൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഡ്രൈ ഡേ വ്യാപകമായി അന്ന് എടുത്തു കളയുന്ന സാഹചര്യമുണ്ടായി. അത് പണം വാങ്ങിയാണോ അന്ന് ഡ്രൈ ഡേ എടുത്തു കളഞ്ഞതെന്ന ചോദ്യം എക്സൈസ് മന്ത്രി ഉന്നയിക്കുന്നു. മാത്രവുമല്ല, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 3 ലക്ഷം രൂപ വരെ ലൈസൻസ് ഫീസ് ഉയർത്തണമെന്ന ശുപാർശ ഉണ്ടായിരുന്നപ്പോൾ 1 ലക്ഷം രൂപ മാത്രമാണ് ഉയർത്തിയത്. 2 പിണറായി സർക്കാരുകൾ ഈ കാലയളവിനുള്ളിൽ 12 ലക്ഷം രൂപ ബാർ ലൈസൻസ് ഫീസിനത്തിൽ വർദ്ധിപ്പിച്ചു. അത് ആരാണ് യഥാർത്ഥത്തിൽ ബാർ ഉടമകളെ സഹായിക്കുന്നത്? ഈ കണക്ക് നോക്കുമ്പോൾ, ഈ ഫീസ് വർധന നോക്കുമ്പോൾ കൃത്യമായി പറയണം പ്രതിപക്ഷം എന്നൊരു കാര്യം കൂടി എക്സൈസ് മന്ത്രി പറയുന്നുണ്ട്. പക്ഷേ അവിടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പറയുന്ന ഒരു കാര്യം, എങ്ങനെയാണ് ഈ ടൂറിസം വകുപ്പ് ഈ സ്റ്റേറ്റ് ഹോൾഡേഴ്സിന്റെ യോഗം വിളിക്കുന്നത്? ചർച്ച തുടരും. അപ്പോൾ വിവാദങ്ങളുടെ സമയത്താണ് ഇത്തരത്തിലുള്ള ചർച്ച എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വി വിനോദാണ് തിരുവനന്തപുരത്തും ചേർന്നത്.